ഹലോ, എവിടെ ചങ്ങായിമാരങ്ങളെ, നമ്മളൊന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിക്കണം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണും. സംഭവം നിങ്ങൾക്ക് കണ്ടിട്ട് തോന്നുന്നുണ്ടാവും ഇത് പൊറോട്ട മാവാണ്. എന്നാൽ ആ സാധനം ഒന്നല്ല കേട്ടോ. നമ്മളൊന്നൊരു പുതിയൊരു റെസിപ്പി ആയിട്ട് വന്നിക്കണം. സംഭവം എന്താ വെച്ചാൽ നമ്മളെ പിസ്സ. അപ്പോൾ ആദ്യം നമ്മൾ തക്കാളി ഒന്ന് ഇങ്ങനെ അരിഞ്ഞിട്ട് ഒന്ന് വെക്കണം. കുക്കറിലിട്ടാൽ മതി. ഒരു 3 തക്കാളി. എന്നാൽ തന്നെ ഞങ്ങൾക്ക് 2 പിസ്സയ്ക്കുള്ള സുഖമായിട്ടുണ്ടാവും. എന്നിട്ട് അതൊന്ന് ഇങ്ങനെ ഗ്യാസ് അടുപ്പത്താണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞാൽ അതൊന്ന് വേവും. അപ്പോഴത്തിന് കുറച്ച് വെളുത്തുള്ളിയില്ലേ, അത് കട്ട് ചെയ്തിട്ട് ഒരു ഫ്രൈ പാനിൽ എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കണ്ട് മൂപ്പിച്ചെടുക്കുക. അത് കഴിയുമ്പോഴത്തേന് ഇതാ തക്കാളി ഈ പരുവായിട്ടുണ്ടാവും. ഇനി അതിൻ്റെ ആ തോലത കാണുന്നു, അതാണ്ട് കളയുക. വേഗം കിട്ടും, കാരണം അതിനാണല്ലോ നമ്മൾ ആദ്യം വരട്ടത്. അങ്ങനെ ഈ 3 എണ്ണത്തിൻ്റെയും കളയുക. പിന്നെ പിസ്സൻ്റെ മാവ് പറഞ്ഞാൽ നമ്മളെ ഈ ഈസ്റ്റും മൈദപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കണ്ട് മിക്സ് ചെയ്ത് വെക്കുക. 1.5 മണിക്കൂർ മുന്നേ വെച്ചാൽ മതി, എന്നാൽ തന്നെ നല്ല പൊങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ആ സംഭവം എന്താ, ഇതിങ്ങനെ കണ്ട് മൂത്തൊരു പരുവം വരണം. അപ്പോൾ ഇതിക്ക് നമ്മളെ ഈ തക്കാളി ഒന്ന് കണ്ട് മിക്സിയിൽ കറക്കുക. എന്താ അങ്ങനെ അങ്ങോട്ട് കിട്ടും. ഇത് നേരെ കണ്ട് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലാതെ ആരും ഒഴിക്കരുതേ. എന്താ ഒഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കുറുകി നമ്മളെ ഈ പായസം കണ്ടിട്ടില്ലേ, ഈ ഒരു അടപ്പായസം ഉണ്ടാവുമല്ലോ, ആ ഒരു രൂപമായി കൊണ്ട് വരണം. അങ്ങനെ കുറുക്കിയെടുക്കുക. കുറച്ച് പണിയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പിസ്സ എന്ന് പറഞ്ഞ സാധനമില്ലേ, ഇത് ഉണ്ടാക്കി തരുന്നത് നമ്മളെ കസിനാണ്. ഇവർ ഭയങ്കര കുക്കാട്ടോ, നമ്മൾ ഉദ്ദേശിച്ച മാതിരി ഒന്നല്ലാന്ന്. അപ്പം അത്യാവശ്യം നമ്മളെ സാധനം നല്ല കുറുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു സാധനം ഇടാണ്ട്. ഇതാണ് ഒറിഗാനോ എന്ന് പറയും. ഇത് നമ്മളെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും. ഇത് കുറച്ചിട്ട് കൊടുക്കുക. അപ്പം നമ്മളെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഇത് കുറച്ചുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഈ പിസ്സൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, ഒരു സ്വാദ് എന്ന് പറയും, ആ സംഭവം അങ്ങോട്ട് കിട്ടും. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല ചമ്മന്തി അരച്ച മാതിരി ആയാൽ സാധനം റെഡി. ഇത് പിന്നെ നമ്മളെ ചിക്കൻ പൊരിച്ചതാണ്. ചിക്കൻ പൊരിക്കണ ഇപ്പോൾ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ലല്ലോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടുകൊണ്ട് കുറച്ച് നാരങ്ങ നീര് ഒഴിച്ച് ഒന്ന് കണ്ട് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ മൈദമാവ് ഉണ്ടല്ലോ, അത് 3 കഷ്ണാക്കിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ വെക്കണത്. അത് ഈ ഒരു പരുവായി കിട്ടും ഒരു 10 മിനിറ്റും പാരും വെച്ചാൽ. എന്നിട്ട് ഇതിൻ്റെ ശേഷം ഒരു കല്ലുമ്മക്ക് കുറച്ച് മൈദപ്പൊടി ഇടുക. വെട്ടലൊന്നല്ല, നമ്മളെ ഈ പത്തിരിയൊക്കെ പരത്തണ കല്ലാണ്. എന്നിട്ട് അതിമൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് നല്ലൊന്ന് പരത്തി കൊടുക്കുക. ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിക്കുക. അതിൽ ഇതേ പരിപാടി കൈയായിട്ട് നല്ല അമർത്തി എല്ലാ സൈഡും ഈ പാത്രത്തുമ്മക്ക് കൊണ്ട് ഒട്ടി നിൽക്കണം. അങ്ങനെ അങ്ങോട്ട് ഒട്ടി നിന്നതിൻ്റെ ശേഷം നമ്മൾ ഒരു പണിമ്പാരമ്മ ചെയ്യാണ്ട് നല്ലൊന്ന് എല്ലാ ഭാഗവും നല്ല ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ പിസ്സ ആ ഒരു രൂപം കിട്ടുള്ളൂ. കുറച്ച് നേരം തീമ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേമാതിരി ഇങ്ങനെ പൊള്ളക്കും ഓരോ ഉണ്ടാൾ. ഇതിന്മേ നമ്മളെ ഫോർക്കായിട്ട് നല്ല അങ്ങോട്ട് ഓട്ടിട്ട് കൊടുക്കുക. സംഭവം ഈ വെറും പൊറോട്ട മാവ് തിന്നാൻ നമ്മളെ കൊണ്ട് പറ്റില്ലല്ലോ. അപ്പോൾ അതിന് ആ മസാല ഒക്കെ ഒന്ന് ഇറങ്ങണ്ടേ, അതിന് വേണ്ടിയിട്ടാണ്. എന്നിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മളെ ഈ ക്യാപ്സിക്കൻ എന്ന് പറഞ്ഞ സാധനം, മലപ്പുറംകാർ ക്യാപ്സിക്കൻ എന്നാണ് പറയൽ, ശരിക്കും ഇതിൻ്റെ നാമം ക്യാപ്സിക്കം എന്നാണ്. അപ്പോൾ ഈ സാധനം ഇട്ട് കൊടുക്കുക. ഇതേമാതിരി കുനാന്നരിയുക. അരിഞ്ഞിട്ട് ആ തക്കാളി പേസ്റ്റ് ഇതിമ്മ കൊണ്ട് നല്ല പുരട്ടിയതിൻ്റെ ശേഷം അയിമണ്ട് ഇട്ട് കൊടുക്കുക. ക്യാപ്സിക്കനെ ഇതിങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു വാസന അങ്ങനെ വരും. എന്താ അതിൻ്റെ സ്മെല്ല്. പിന്നെ കുറച്ച് ചീസില്ലേ, ആ ചീസ് കൊണ്ട് വിതറി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുവിധം നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു എന്ന് പറയാം. കുറച്ച് നേരം വരെയും നമ്മളൊന്ന് ക്ഷമയോടെ ഇതാവുക. അപ്പോൾ ഇതിമ്മ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് ഡെക്കറേഷനാണ്. തക്കാളിയും ക്യാപ്സിക്കനും ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുക.
ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ വീണ്ടും ചീസ് ഇടണം. ഇപ്പം തന്നെ ഒരുവിധം നല്ലൊരു വാസനയൊക്കെ ആയിക്കാരം വരിക. ക്ഷമ വേണം കേട്ടോ അതിന്. എന്നിട്ട് നമ്മൾ ചീസ് ഇങ്ങനെ വിതറി കൊടുക്കുക. അങ്ങോട്ട് വിതറി നല്ല ഇട്ടോളി. ചീസ് പറ്റുന്നവരാണെങ്കിൽ പരമാവധി ഇടുക. നല്ല ടേസ്റ്റാണ്. ഇപ്പം ദാ നമ്മൾ നല്ല അടാർ പിസ്സ ഇത് ഞങ്ങളൊരു പാത്രത്തിൽ കണ്ടിട്ടു. അപ്പോൾ ഇട്ടപ്പോൾ ഈ രൂപമാണ്, കണ്ടില്ലേ? എന്താ അതിൻ്റെ ഒരു ഭംഗി. ഇനി അത് നമ്മളെ വീട്ടിൽ എത്ര അംഗങ്ങളുള്ളത് വെച്ചാൽ ഓൽക്കൊക്കെ പാകത്തിനാണ് മുറിച്ചോളി. പരമാവധി ഇതിമെന്ന് 6 പീസ് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ഈ മുറിച്ചതിൽ നിന്ന് നമുക്കും കിട്ടിയൊരു കഷ്ണം എന്താ ടേസ്റ്റ് അറിയോ? ഭയങ്കര ടേസ്റ്റാണ്.